താരസംഘടന അമ്മയുടെ കുടുംബസംഗമത്തിന്റെ നടത്തിപ്പിനെ ചൊല്ലി ഭാരവാഹികൾക്കിടയിൽ വാക്പോര്. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയും എക്സിക്യൂട്ടീവ് അംഗം നീന കുറുപ്പും തമ്മിലായിരുന്നു തർക്കം. ഇരുവരുടെയും സംശയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നീന കുറുപ്പിനെ രൂക്ഷമായ ഭാഷയിലാണ് ലക്ഷ്മി പ്രിയ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കുടുംബസംഗമത്തിലെ പരിപാടിയെ ചൊല്ലിയായിരുന്നു തർക്കമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നീന കുറുപ്പിനെ പഴുത്ത് ചാകുമെന്ന് ലക്ഷ്മിപ്രിയ ശപിക്കുന്നത് ഓഡിയോയിൽ കേൾക്കാം. താൻ കോർഡിനേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് കുട്ടിയെ നീനാക്കുറുപ്പ് സ്റ്റേജിൽ കയറാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് ലക്ഷ്മിയെ ചൊടിപ്പിച്ചത് എന്ന് കരുതുന്നു. നീനാക്കുറുപ്പ് മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപമുണ്ടാകും. ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നിങ്ങൾ ചാകൂ. ഞാൻ എഴുതി വെച്ച് തരാം. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുത്താലും എന്ത് കോപ്പ് ചെയ്താലും എനിക്കൊരു പുല്ലുമില്ല. ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാമല്ലോ, ഞാനും കോർഡിനേറ്റർ അല്ലേ. കോസ്റ്റ്യൂമും ഇട്ട് നിന്ന കൊച്ചിനെ സ്റ്റേജിൽ കയറ്റാൻ നിങ്ങൾ സമ്മതിച്ചില്ല. എന്നിട്ടെന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിന് മാന്യമായ സ്റ്റേജിൽ കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. വേണ്ട വേണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ്. നിങ്ങൾക്കെന്ത് പട്ടിഷോയുള്ള സ്ത്രീയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥലത്ത് വന്ന് കാണിച്ചത്? നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാന്യത വേണം. സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് നിങ്ങൾ. വിഷമാണ് നിങ്ങൾ. ഈ സംഘടനയെ വിഷമാണ് നിങ്ങൾ. പാവം ആ കൊച്ചു പരിപാടിക്കായി ഒരുങ്ങി നിന്നതാണ്. എത്ര സമയം കഴിഞ്ഞാണ് നിങ്ങളുടെ പരിപാടി? അസൂയ കൊണ്ട് മാത്രമാണിത്. എന്നെ അറിയിക്കാനുള്ള സമയം പോലും ആ കൊച്ചിന് നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾക്കെന്താ മാനത്തോടെ പൊട്ടി വീണതോ? നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ അമ്മ എന്ന സംഘടന 504 അംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം പോകുന്നത് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് സമാധാനം പറയിപ്പിക്കും. ഇലക്ഷന് മുമ്പ് നിങ്ങൾ ഓടി നടന്ന് എല്ലാവരും പറഞ്ഞില്ലേ ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന്? എൻ്റെ പക്കൽ തെളിവ് സഹിതമുണ്ട്. എനിക്കത് പുല്ലാണ്. ഈശ്വരാണ് നീനാക്കുറുപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതിയിരിക്കുന്നത്. നീനാക്കുറുപ്പിന് ഒരു ഉണ്ടയും സാധിക്കില്ല ഈ ലോകത്തെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. ഞങ്ങൾ ഇത്ര ആളുകളുടെ ശാപം നിങ്ങൾക്കുണ്ടാകും. ഞങ്ങളുടെ പരിപാടി എങ്ങനെ ബാധിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പരിപാടിക്ക് ഞാനാണ് ഒരു ആർട്ടിസ്റ്റിനെ തടസ്സപ്പെടുത്തി എന്ന് പിടിച്ചു വച്ചിരുന്നെങ്കിലോ? നിങ്ങൾ ചെയ്തത് ഒട്ടും മര്യാദയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ചികിത്സ എടുക്കണമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. സ്റ്റേജിൽ കയറാത്തതിന്റെ പേരിൽ ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. ഡ്രസ് ചെയ്ത് വന്ന ആ കുട്ടിയെ നിങ്ങൾ പിടിച്ചു വെച്ചെന്നും അവർ പറയുന്നു. നിങ്ങൾ ആരാണ്? ഇവിടുത്തെ പോലീസോ അതോ അമ്മയുടെ പ്രസിഡന്റോ? നിങ്ങൾക്കെല്ലാം കഷ്ടപ്പെടുന്നത് അമ്മ എന്ന കുടുംബത്തിന് വേണ്ടിയാണ്. അവിടെയുള്ള അമ്മമാരുടെ കണ്ണുനീർ വീഴ്ത്താനുള്ള നിങ്ങൾ പഴുകഴിച്ച് നഴിച്ചേ ചാകൂ. നിന്റെ അന്ത്യം ഞങ്ങൾ കാണും. ഇതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊന്നുമില്ലെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. നിനക്കെന്ത് കഴിവുണ്ട്? മറ്റുള്ളവരുടെ മേത്ത് കുതിര കയറാനല്ലേ നിനക്ക് എന്തറിയാം? നിങ്ങൾ ആരാന്ന്? ഒരു വലിയ നടിയോ? നിങ്ങൾക്ക് എങ്ങനെയാണ് അമ്മായി മെമ്പർഷിപ്പ് കിട്ടി എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിൽ വരാൻ പറ്റി എന്നല്ല ഒരു സ്പെഷ്യാലിറ്റിയുമില്ല. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പോലും അറിയില്ല. വായിൽ ചേമ്പ് പുഴുങ്ങിയത് ഇട്ടതുപോലാണ് നിന്റെ സംസാരം. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. ലക്ഷ്മിപ്രിയയ്ക്ക് നീനാക്കുറുപ്പ് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മിപ്രിയ പറഞ്ഞത് അമ്മ എന്ന സംഘടനയുടെ അന്തസ്സിന് ചേരാത്തതാണ്. മറുഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരാതി നൽകുകയാണ് വേണ്ടത്. പരാതി ഈ ഗ്രൂപ്പിൽ അവതരിപ്പിക്കേണ്ടത് ഈ രൂപത്തിലല്ല. നിന്റെ സംസാരത്തിലൂടെ മറ്റു 16 പേരെ കൂടെ മോശക്കാരെയാക്കിയതെന്നും ഇതൊരിക്കലും അംഗീകരിക്കാനാവത്തില്ലെന്നുമാണ് നീനാക്കുറുപ്പ് പറയുന്നത്.